അപ്പോൾ നമ്മൾ മോഡ്യൂൾ 6 വീഡിയോയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിപ്പറേഷന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പറയാൻ പോകുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി. അതിൽ തോനെയൊന്നുമില്ല, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരു പേജോളം തന്നെ NCERT ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് അത്രയൊന്നും സത്യത്തിൽ ആവശ്യമില്ല. അതിൽ ആകെ ആവശ്യമുള്ളത് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ മെയിൻ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലാർ മാസ്. അതായത് ബോയിലിംഗ് പോയിന്റ് കൂടണമെങ്കിൽ മോളിക്കുലാർ മാസ് എന്ത് ചെയ്യണം? കൂടണം. ബോയിലിംഗ് പോയിന്റ് കുറയും എപ്പോഴാണ്? മോളിക്കുലാർ മാസ് കുറഞ്ഞ കോമ്പൗണ്ട്സിന് ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ഇനി ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന അനദർ ഫാക്ടറാണ് ബ്രാഞ്ചിങ്. സ്ട്രക്ചറിൽ ബ്രാഞ്ചേ ഇല്ലെങ്കിൽ ആ കോമ്പൗണ്ടിനായിരിക്കും മോളിക്കുലാർ ഈ പറഞ്ഞ മാസും കൂടുതലായിരിക്കണം, ബ്രാഞ്ചിങ്ങും കുറവുമായിട്ടുള്ളതിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ NCERT ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെഷൻസ് ഉണ്ട്, അതിൽ ഞാൻ സോൾവ് ചെയ്യാം. ഇത് നമ്മുടെ എസെൻഷ്യൽ NCERT ടെക്സ്റ്റിന്റെ ടോപ്പിക്സ് മിനിമൈസ് ചെയ്തിട്ടുള്ള മോഡ്യൂൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പിക്സിൽ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാനുള്ള ടോപ്പിക്സ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ ജസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങൾ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി കണ്ടാൽ മതി. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ കുറച്ചും കൂടി എംഫസിസ് കൊടുക്കാം. തൽക്കാലം ഈ രണ്ട് പോയിന്റ്സ് നിങ്ങളുടെ മെമ്മറൈസ് ചെയ്ത് വെക്കുക. എന്താണ് ആ പോയിന്റ്സ്? ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സ്. ഒരു ഫാക്ടർ ഏതാ? ബോയിലിംഗ് പോയിന്റ് മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് കൂടിയാൽ എന്ത് സംഭവിക്കും? ബോയിലിംഗ് പോയിന്റ് കൂടും. ഇനി ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന അടുത്ത ഫാക്ടർ ഏതാ? ബ്രാഞ്ചിങ്. ബ്രാഞ്ചിങ്ങിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറയും. ഒരു ബ്രാഞ്ചും ഇല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടി തന്നെ നിൽക്കും. ഇനി അടുത്ത നമ്മൾ പറഞ്ഞു നമ്മുടെ എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സും 4 മേജർ ഹെഡിങ്സിലാണ് നമ്മൾ കണ്ടൻസ് ചെയ്ത് പഠിക്കുന്നത്, ബൈ ഹാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മുടെ 3rd റോമൻ ഹെഡിങ്ങിലേക്ക് നമ്മൾ എത്തുകയാണ്. ദാറ്റ് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ചാപ്റ്റർ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. അപ്പൊ ആദ്യം വരുന്നത് എന്തായിരിക്കും? കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസിന് നമുക്ക് 3 ടോപ്പിക്സ് ആയിട്ട് അല്ലെങ്കിൽ 3 ഹെഡിങ്സ്, 3 മേജർ ഹെഡിങ്സ്. 1 ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, 2 എലിമിനേഷൻ റിയാക്ഷൻ, 3 റിയാക്ഷൻ വിത്ത് മെറ്റൽ. ഒന്നുകൂടെ പറയാം, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ് 3 ഹെഡിങ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. 1 ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അടുത്തതായിട്ട് എലിമിനേഷൻ റിയാക്ഷൻ, അടുത്തതായിട്ട് റിയാക്ഷൻ വിത്ത് മെറ്റൽ. ഇനി ആദ്യമായിട്ട് നമുക്ക് തുടങ്ങാം കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസിലെ ഫസ്റ്റ് ടോപ്പിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ന്യൂക്ലിയോഫൈൽ ആരാണ്. ഞാൻ നേരത്തെ നമ്മുടെ ഒരു കഴിഞ്ഞ മോഡ്യൂളിൽ ആരാ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു. അപ്പോൾ ബേസ് നോട്ടാണ്. ബേസ് നിങ്ങളുടെ ഓർഗാനിക് തിയറി കൺസെപ്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് എ ന്യൂക്ലിയോഫൈൽ. ദീസ് ആർ certain groups or compounds. They are nucleus loving species attacking reagents. nucleus എന്ന് വെച്ചാൽ അതിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ചാർജ് എന്നോ നോ ചാർജ് എന്നോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരാൾ പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അവരുടെ സ്വന്തം ചാർജ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി either negatively charged or neutral in nature. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വേർഡ് മീനിങ് ഇത്രയേ ഉള്ളൂ. ഒരു ന്യൂക്ലിയോഫൈലിന് പകരം വേറൊരു ന്യൂക്ലിയോഫൈൽ വരും. ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ 2 രീതിയിലാണ് നടക്കുന്നത്. 2 ways. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ happens in 2 ways. നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സിലേക്ക് പോവുക. അതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നിങ്ങൾക്ക് ഏത് ബോർഡ് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു 3 ഇയറിൽ റിപ്പീറ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അപ്പം ഈ കൺസെപ്റ്റ് നല്ല രീതിയിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുക. അപ്പം അതിൽ 2 വേസ് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാന്ന് വെച്ചാൽ, 1 SN1 റിയാക്ഷൻ മെക്കാനിസം, 2 SN2 റിയാക്ഷൻ മെക്കാനിസം. ഇനി ഈ മെക്കാനിസങ്ങൾ ഞാൻ അടുത്ത മോഡ്യൂളിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നല്ല രീതിക്ക് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അതൊരു സെപ്പറേറ്റ് മോഡ്യൂൾ ആയിട്ട് തന്നെ അത്രയും കണ്ടന്റ് തന്നെ അതിലുണ്ട്. അത് നന്നായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പറയുന്നതായിരിക്കും. പക്ഷേ ഈ SN1 SN2 നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഐസോമെറിസം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതിലൊരു മേജർ ഐസോമെറിസം നമ്മൾ ഈ ഇയറിൽ നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കും. ദാറ്റ് ഐസോമെറിസം ഈസ് കാൾഡ് ദ ഒപ്റ്റിക്കൽ ഐസോമെറിസം. ആൻഡ് ദ ടോപ്പിക് ഈസ് നമ്മൾ കൊണ്ടുവരുന്ന ഹെഡിങ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആണ്. അതിൽ കുറെ ബേസ് ഡെഫിനിഷൻസ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്. അതിലൊന്നാണ് വാട്ട് ഈസ് എ ഒപ്റ്റിക്കൽ ഐസോമർ. എ ഒപ്റ്റിക്കൽ ഐസോമർ ഈസ് നോൺ ആസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പറയുമ്പോൾ 2 പേരാണ്. ഒരാളുടെ പേര് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഓർ ഡി ഫോം ഓർ ദ പ്ലസ് ഫോം. അത് എപ്പോഴാണ് വിളിക്കുന്നത്? ഇഫ് ഇറ്റ് റൊട്ടേറ്റ്സ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്
ടു റൈറ്റ് സൈഡിലേക്ക്. നമ്മുടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പോളറോയിഡ്, നിങ്ങളത് ഫിസിക്സിലൊക്കെ ഡീറ്റെയിൽ പഠിക്കും, 12th സ്റ്റാൻഡേർഡ് ഫിസിക്സിൽ പഠിക്കും വാട്ട് ഈസ് പോളറൈസേഷൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് പറയാം. നമ്മുടെ സോഴ്സ് ഇപ്പോൾ സണ്ണിന്റെ ഒരു ട്യൂബ് ലൈറ്റിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് അൺപോളറൈസ്ഡ് ആണ്. ബിക്കോസ് ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ ഓൾ ഡയറക്ഷൻസ്, എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റ് ആണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. അതിനെ നമ്മൾ ഒരു പോളറൈസറിൽ കൂടെ ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് കാൾഡ് എ പോളറൈസർ അതിൽ കൂടെ കടത്തി വിട്ടാൽ അത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആവും. അതിന് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ വൈബ്രേഷൻ. ആ വൈബ്രേഷൻ ഉള്ള പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഞാൻ ഒരു സൊല്യൂഷനിൽ കൂടെ കടത്തി വിട്ടു, ഒരു കെമിക്കൽ സൊല്യൂഷനിൽ കൂടെ കടത്തി വിട്ടു. അപ്പോൾ അത് റൈറ്റ് സൈഡിലോട്ട് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ ഈ സൊല്യൂഷനെ എനിക്ക് ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്നോ ഡിഫോം എന്നോ പ്ലസ് ഫോം എന്നോ നെയിം ചെയ്യാം. ദിസ് അവന്റെ ഓപ്പോസിറ്റ് ആണ്. ഇതേ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഞാനൊരു സൊല്യൂഷനിൽ കൂടെ കടത്തി വിട്ടു. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലോട്ട് അഥവാ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ ഈ സൊല്യൂഷനെ എനിക്ക് ലീവോ ലെഫ്റ്റ് എൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ലീവോ റൊട്ടേറ്ററി ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. അവരുടെ ഷോർട്ട് എൽ ഫോം എന്നോ മൈനസ് ഫോം എന്നോ നമുക്ക് വിളിക്കാം. ഇനി ഈ ലീവോ റൊട്ടേറ്ററി ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഇവിടെ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ അതിലേക്കാണ് വരുന്നത്. നമുക്കൊരു റെസിമിക് മിക്സ്ചർ എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ മിക്കപ്പോഴും നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റിനൊക്കെ ചോദിക്കുന്ന ഒരു ബേസ് ഡെഫിനിഷൻ. വാട്ട് ഈസ് എ റെസിമിക് മിക്സ്ചർ? ഡിഫൈൻ റെസിമിക് മിക്സ്ചർ. റെസിമിക് മിക്സ്ചർ മീൻസ് an equimolar means equal concentration രണ്ടാണ്. അപ്പോൾ 0.5 molar D4, 0.5 molar L4. It will constitute a equimolar mixture of D and L form will be optically inactive. കാര്യം ലെഫ്റ്റും റൈറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത് ഈക്വൽ അളവിലുണ്ടെങ്കിൽ ലൈറ്റ് എങ്ങോട്ടും റൊട്ടേറ്റ് ആവില്ല. ആദ്യം റൈറ്റിലോട്ട് പിന്നെ ലെഫ്റ്റിലോട്ട്, അപ്പം കറക്റ്റ് അത് പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും. സച്ച് mixtures are called racemic mixture. Racemic mixture means a mixture containing equimolar concentration of D form and L form, and these racemic mixtures will be optically inactive. അപ്പോൾ നിങ്ങൾ ചോദിക്കും എപ്പോഴാണ് ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവും? ആക്റ്റീവ് ആവുന്നത് അറിഞ്ഞാലല്ലേ ഇനാക്റ്റീവ് പറയാൻ പറ്റും. അപ്പൊ ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിലുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, അതിപ്പോൾ ഒരു ഹാലോ ആൽക്കേൻ ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒരു കാർബണിന് 4 സൈഡിലുള്ള 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, ഇപ്പൊ എ ഗ്രൂപ്പ് ഒരു CH3 എ ആണെന്ന് വിചാരിച്ചു, ഈഥൈൽ ഗ്രൂപ്പ് എക്സ് ആണെന്ന് വിചാരിച്ചു, പ്രൊപ്പൈൽ ബ്യൂട്ടൈൽ ഗ്രൂപ്പ്സ് ആണെങ്കിൽ ഈ കാർബണിന്റെ 4 സൈഡിലുള്ള ബോണ്ടുകൾ എന്താണ്? ഡിഫറെന്റ് ആണ്. സോ ദിസ് കാർബൺ ഈസ് കാൾഡ് എ അസിമെട്രിക് കാർബൺ ഓർ എ സ്റ്റീരിയോ സെന്റർ. ദാറ്റ് ഈസ് എ കാർബൺ which is bonded to 4 different groups is called a asymmetric or stereo center. Asymmetric carbon എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? സ്റ്റീരിയോ സെന്റർ എന്ന് വിളിക്കാം. ആൻഡ് ദിസ് പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി കാണിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കും they show a property called chirality. So it is a property by which a compound has optical center or a asymmetric center and it shows optical activity. ഇനി ഈ കൈറാലിറ്റി ഉള്ള കോമ്പൗണ്ട്സ് എന്താകും? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവും. അപ്പോൾ തീർച്ചയായിട്ടും റെസിമിക് മിക്സ്ചർ എന്ത് കാണിക്കത്തില്ല? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കത്തില്ല, അവർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവും. അപ്പോൾ ആരാ റെസിമിക് മിക്സ്ചർ? ഡി ഫോമും എൽ ഫോമും ഈക്വൽ അളവിൽ കാണപ്പെടുന്ന ആൾക്കാരാണ് ഏത്? റെസിമിക് മിക്സ്ചേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ SN1 SN2 റിയാക്ഷൻ മെക്കാനിസം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ടോപ്പിക്കിലേക്ക് കയറും, ദാറ്റ് ഈസ് കാൾഡ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. അതിൽ നിങ്ങൾ എസെൻഷ്യൽ ആയിട്ട് കുറച്ച് ഡെഫിനിഷൻസ് അറിഞ്ഞേക്കണം. ഫസ്റ്റ്, who is a D form, who is a L form, what is optical isomer, what is racemic mixture, what is plane polarized light, what is asymmetric carbon, what is stereo center, what is chirality. ഈ ബേസ് ഡെഫിനിഷൻ ഇതിൽ ഏത് വേണമെങ്കിലും 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഡെഫിനിഷൻസ് ആണ്. ക്വസ്റ്റ്യൻ വർക്കൗട്ട്, NCERT ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ നമ്മൾ ആ മോഡ്യൂൾ വീഡിയോസിൽ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി അതിനെക്കുറിച്ച് പറയും. അപ്പോൾ നിങ്ങൾ ബേസ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടാലും കുഴപ്പമൊന്നുമില്ല. കാര്യം നമുക്ക് അത്ര വലിയ ആവശ്യമുള്ള ഒരു ടോപ്പിക്കൊന്നും അല്ല ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ മോഡ്യൂൾ 6 പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം ഫിസിക്കൽ പ്രോപ്പർട്ടി തുറന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കുറേ ഉണ്ട്. അതിൽ മേജർ ഫിസിക്കൽ പ്രോപ്പർട്ടി ഈ ചാപ്റ്ററിൽ വരുന്നത് ബോയിലിംഗ് പോയിന്റ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്, ഒന്ന് മോളിക്കുലാർ മാസും
അടുത്തത് ബ്രാഞ്ച്, അവർ തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് നോക്കാം. പിന്നെ നമ്മൾ പോയത് മേജർ ടോപ്പിക്കിലേക്കാണ്, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കേൻസ്. അത് 3 ഹെഡിങ്സ് ഏതൊക്കെ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ റിയാക്ഷൻ, റിയാക്ഷൻ വിത്ത് മെറ്റൽ. അത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ 2 വഴിക്ക് നടക്കും, SN1 SN2. ഈ SN1 SN2 പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് ഡെഫിനിഷൻസിൽ വരുന്ന ടോപ്പിക്കാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. അതുകൂടെ ഞാൻ ഇവിടെ പറഞ്ഞു. അടുത്ത മോഡ്യൂളിൽ നമ്മൾ SN1 കുറിച്ചും SN2 കുറിച്ചും ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും.